ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ എൻ്റെ പൗച്ചാണ് ഞാൻ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പെന്ന്, പിന്നെ ഒരു സ്കെയില്, പിന്നെ പെൻസില്, റേസറ്, ഷാർപ്നർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെ ഇത്രയും സാധനങ്ങൾ ഞാൻ എൻ്റെ പൗച്ചിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കൂട്ടി കലർത്തിയിട്ടാണ് സാമ്പാർ പരുവത്തിലാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. കാരണം ചട്ടിട്ട് കഴിഞ്ഞിട്ട് ബുക്ക് അടക്കി വെക്കുന്ന ഭാഗം ഫസ്റ്റ് ഇടും, പിന്നെ ചട്ടിടുന്ന ഭാഗം ഇടും. അങ്ങനെയൊക്കെ കുറച്ച് കലർന്നിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ നമ്മൾ ബാഗിൽ നമുക്ക് വേണ്ട പൗച്ച് ആൻഡ് ജോമെട്രി ബോക്സ് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ നമ്മുടെ പൗച്ചിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ഒരു സ്പഞ്ച് കട്ട് ചെയ്ത് കളിക്കുകയാണ് ഗായ്സ്. നിങ്ങൾ ഇതുപോലെ കളിക്കാറുണ്ടോ? എനിക്ക് എല്ലാ പ്രാവശ്യം പൗച്ച് മേടിക്കുമ്പോൾ അതിനുള്ളിൽ ഇതുപോലൊരു സ്പോഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. ഞാൻ സ്കൂൾ ഷോപ്പിംഗ് ഹോൾ വീഡിയോ ഇട്ടപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരിക്കണം വിചാരിക്കണം. അപ്പോൾ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ചട്ട ഇട്ടിട്ട് കഴിഞ്ഞ ഭാഗം ഫസ്റ്റ് ഇടും, എന്നിട്ട് ചട്ടിടുന്ന ഭാഗം ഇടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാത്സിന് എക്സ്ട്രാ ലോങ് ബുക്കാണ് മേടിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കണം അന്ന് തന്നെ ടൈം ടേബിൾ കിട്ടിയതുകൊണ്ട് നമ്മൾ അത് അനുസരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. കണ്ടോ, ലാബിലൊട്ടിക്കുന്ന ഭാഗമാണ് പിന്നെ ഇടുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തു. എനിക്ക് ഉമ്മച്ചിയാണ് കേട്ടോ ഇപ്രാവശ്യം ചട്ടിട്ടുന്നത്. കാരണം ഈ ഒരു ചട്ട ഒരു കവറ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടാണ്, അതുകൊണ്ട് എനിക്കിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉമ്മച്ചിയാണ് ഇട്ടത്. പിന്നെ ഇത് ഇടാൻ അധികം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫയുടെ അവസ്ഥ ആകെ വൻ പരാജയമാണ് ഗൈസ്. കാരണം നമ്മൾ ചട്ടിട്ടുള്ള വേസ്റ്റൊക്കെ അതിന്മേൽ തന്നെ കിടക്കുകയാണ്, സോഫമ്മേൽ തന്നെ. നമ്മൾ ഇനി ചട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട്സൊക്കെ അടിയിൽ വെച്ചേക്കാണ് ചട്ടിടാനുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം കുറേ ബുക്കുണ്ടല്ലോ, 8ലാണല്ലോ, അതുകൊണ്ട് കുറേ ബുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് കുഞ്ഞേ ബാഗാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ബട്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ബാഗിന്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോമെട്രിക് ബോക്സ് കാണിക്കുകയാണ്. ഞാൻ എടുത്തു വെച്ച സംഭവം തന്നെ പിന്നെയും എടുത്ത് കാണിക്കുകയാണ്. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് കൂട്ടി കലർത്തിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ജോമെട്രിക് ബോക്സിൽ എനിക്ക് കിട്ടിയത് ഒരു മെക്കാനിക്കൽ പെൻസിലാണ്. പിന്നെ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ബുക്കുകൾ. കുറേ ബുക്സ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. 8ലായതുകൊണ്ട് കുറേ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചട്ട, പെട്ടെന്ന് കിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. ഞാൻ